Hi, all of you. Welcome to the new video session. Today, we are going to discuss the topic Fajan's rule. Okay. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫജാൻസ് റൂളിനെ പറ്റിയാണ്. അപ്പോൾ ഫജാൻസ് റൂളിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഉണ്ട് പോളറൈസേഷൻ ഓഫ് ആനയോൺസ്, അതുപോലെ തന്നെ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ, പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ എക്സെട്ര എക്സെട്ര. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആക്ച്വലി ഈ ഫജാൻസ് റൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫജാൻസ് റൂൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, എന്താണ് പോളറൈസേഷൻ ഓഫ് ആനയോൺസ്? The phenomenon in which cation causes the deformation of anion is called polarization of anions. Okay, the phenomenon in which cation causes the deformation of anions, the deformation of electron cloud of anion is called polarization of anions. അപ്പോൾ എന്താണ് ഈ പോളറൈസേഷൻ ഓഫ് ആനിയോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആനിയോൺ അല്ലെങ്കിൽ ഫ്രീ ആനിയോൺസിന്റെ സർഫസിൽ ഇലക്ട്രോൺസ് ക്ലൗഡ് സ്ഫെറിക്കൽ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു സ്ഫെറിക്കൽ സിമെട്രിക്കൽ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു കാറ്റയോൺസിന്റെ പ്രസൻസിൽ ഒരു കാറ്റയോൺസിന്റെ അതിൻ്റെ ആ ഒരു ആനിയോൺസിന്റെ ഒരു നിയർ ബൈ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത്, ഈ കാറ്റയോൺ ആനിയോണിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ ആനിയോൺസിന്റെ ഈ ഇലക്ട്രോൺസ് ക്ലൗഡിനെ ഈ കാറ്റയോൺ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിന്റെ ഇലക്ട്രോൺ ക്ലൗഡിന് ഒരു എലോങ്ങേഷൻ സംഭവിക്കും. കാറ്റയോൺസിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് ക്ലൗഡ് ഒന്ന് മൂവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സ്ഫെറിക്കൽ നേച്ചർ ഡിഫോർമേഷൻ സംഭവിക്കും. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ ഓഫ് ആനിയോൺസ്. അപ്പോൾ ഇത്തരം ഇങ്ങനെ പോളറൈസ് ചെയ്യാനുള്ള കാറ്റയോൺസിന്റെ കപ്പാസിറ്റിക്കാണ് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഡിഫോർമേറ്റ് ചെയ്യുന്ന ആ ആനിയോൺസിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പോളറൈസേഷൻ നടക്കാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാറ്റയോൺസിന്റെ സ്മോൾ സൈസ് ഹയർ ചാർജ് ഒക്കെ വരികയാണെങ്കിൽ ഈ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആനിയോൺസിന് ബിഗർ സൈസ് അതുപോലെ തന്നെ ഹയർ ചാർജ് ഒക്കെ വരികയാണെങ്കിൽ ഈ പോളറൈസബിലിറ്റി ഓഫ് ആനിയോണും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദോ ദർ ഈസ് എ സിമിലർ എഫക്ട്. The ability of cation to distort the electron cloud of nearby anion is called polarizing power. Okay, the polarizing power of cations depend on its size, charge and electronic configuration. In fact, the small size, high charge and the absence of noble gas configuration favor the increase the polarizing power of cations. അപ്പോൾ ഈ കാറ്റയോൺസിന്റെ പോളറൈസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് സ്മോൾ സൈസ്, ഹൈ ചാർജ്, ദ ആബ്സെൻസ് ഓഫ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ the susceptibility of anions to undergo distortion by nearby cation is called polarizability. ആ ഇലക്ട്രോൺ ക്ലൗഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്ന ആ ഒരു ആനിയോണിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി, ആനിയോൺസിന്റെ ആ ഒരു ടെൻഡൻസിക്കാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോളറൈസബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ലാർജ് സൈസ്, ഹൈ ചാർജ് ഫേവറിംഗ് ഇൻക്രീസ് ദ പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ്. Okay, a greater polarizing power of the cation and greater polarizability of anion will obviously increase the covalent character in a bond. Okay, the effect of these factors are summarized by Fajan's rules. Okay, the effect of these factors summarized by Fajan's rule. Okay, next we are going to discuss the Fajan's rules. Okay, Fajans in 1921 proposed a series of generalization relating to the factors which influence the polarization of anion in ionic compounds and the consequent development of covalent character. These are known as Fajan's rule. Okay, what is Fajan's rule? Fajans in 1921 proposed a series of generalization relating to the factors which influence the polarization of anions in ionic compounds and the consequent development of covalent character. These are known as Fajan's rule. ഇപ്പോൾ 1921 ഫജാൻസ് കൊണ്ടുവന്ന ഒരു സീരീസ് ഓഫ് റൂൾ ആണ് ആക്ച്വലി ഫജാൻസ് റൂൾ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പോളറൈസേഷൻ ഓഫ് ആനിയോണിനെ പോളറൈസ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ്, അങ്ങനെ ആനിയോൺസിനെ പോളറൈസ് ചെയ്യിക്കുന്നത് വഴി ഈ ആനിക് കോമ്പൗണ്ട്സ് കോവലന്റ് കോമ്പൗണ്ടിലേക്ക് ആരുള്ള മാറ്റം, അയോണിക് കോമ്പൗണ്ട്സ് കോവലന്റ് കോമ്പൗണ്ടിലേക്ക് വരുന്ന മാറ്റമാണ് ആക്ച്വലി ഫജാൻസ് റൂൾ പറയുന്നത്. അപ്പോൾ കുറേ റൂളാണ് ആക്ച്വലി ഫജാൻസ് റൂൾ. ഇപ്പോൾ റൂൾ നമ്പർ 1 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദ റൂൾ നമ്പർ 1? Okay, rule number 1 states the smaller the cation of ionic compounds, the smaller the cation of ionic compounds, greater will be its polarizing power. I mean, a smaller cation favors greater anion polarization and thereby an increase in covalent character in the bond. Okay, അപ്പോൾ ഫസ്റ്റ്
റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാളർ സൈസുള്ള കാറ്റോൺസിന് പോളറൈസിംഗ് പവർ ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, the smaller the cation of ionic compounds, the greater will be its polarizing power. A smaller cation favors greater anion polarization and thereby an increased covalent character in the bond. ഇപ്പോൾ ഒരു അയണിക് കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അയണിക് കോമ്പൗണ്ട്സിൽ സ്മാളർ കാറ്റയോൺ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്മാളർ കാറ്റയോണിന് പോളറൈസിംഗ് പവർ കൂടും. പോളറൈസിംഗ് പവർ കൂടുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ട്സിൻ്റെ കോവലൻ ആ ഒരു മോളിക്യൂൾസിലെ ബോണ്ടിൻ്റെ കോവലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. Okay, what the explanation of the rule number 1? In small cation, the positive charge is concentrated over a small area. The higher charge density make it very capable of distorting an anion. Okay, in smaller cation, the positive charge is concentrated over a small area. The high charge density make it very capable of distorting an anion. For example, the size of alkali metal ion increase from lithium to cesium. Size of alkali metal ions increases from lithium to cesium. That means lithium is a small size alkali metal atom and cesium is bigger sized. Hence, the polarizing power decreases from lithium plus to cesium plus. Thus, we consider the alkali metal halides. The ionic character increases from lithium halides to cesium halides. Consider the alkali halides. Then the order of size of alkali ion is lithium smaller than sodium, smaller than potassium, smaller than rubidium plus and smaller than cesium plus. And the order of polarizing power, lithium greater than sodium, greater than potassium, greater than rubidium, greater than cesium. That means lithium is higher polarizing power due to its smaller size and cesium is smaller polarizing power due to its bigger cationic size. Then the order of ionic compounds of lithium halides, LiCl smaller than NaCl, smaller than KCl, smaller than RbCl and CsCl. That means the ionic character increases from lithium to cesium and the covalent character increases from cesium to lithium. That means lithium chloride higher covalent nature and cesium chloride higher ionic in nature. Okay, then rule number 2, larger the anion. ആദ്യം പറഞ്ഞ നമ്മൾ കാറ്റയോൺസിന്റെ സൈസ് ആയിരുന്നു, ഇനി ആനയോൺസിന്റെ സൈസ് കൺസിഡർ ചെയ്യുന്നതാണ് റൂൾ നമ്പർ 2 വരുന്നത്. ഓക്കെ, ലാർജർ ദ ആനയോൺ ഹയർ ഇറ്റ്സ് പോളറൈസബിലിറ്റി. ഓക്കെ, ലാർജർ ദ ആനയോൺ ഹയർ ഇറ്റ്സ് പോളറൈസബിലിറ്റി. എ ലാർജ് ആനയോൺസ് ഫേവേഴ്സ് ആൻ ഇൻക്രീസ് ഇൻ കോവലന്റ് ക്യാരക്ടർ ഇൻ ദ ബോണ്ട്. അപ്പോൾ ആനയോൺസിന്റെ സൈസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളറൈസബിലിറ്റി കൂടും. സ്വാഭാവികമായിട്ട് ആ ഒരു ആനയോൺ വരുന്ന കോമ്പൗണ്ട്സിന്റെ കോവലന്റ് നേച്ചറും കൂടും, അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂൾ വരുന്ന ബോണ്ടിന്റെ കോവലന്റ് നേച്ചറും കൂടും. Explanation: in large anions, the outer electrons are shielded more effectively by inner electrons from the influence of its nucleus. Hence, its electron cloud is liable to deformed easily by approaching cations. Reason പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗർ സൈസുള്ള ആനിയോൺസിന്റെ ഔട്ടർ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറയാൻ സാധ്യതയുണ്ട് ഡ്യൂ ടു ദ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ. അങ്ങനെ ഇന്നർ ഇലക്ട്രോൺ ഷീൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഔട്ടർ ഇലക്ട്രോൺസ് പെട്ടെന്ന് കാറ്റയോൺസിന്റെ അടുത്തേക്ക് ഡിഫോമേറ്റ് ചെയ്യും. അങ്ങനെ ഡിഫോമേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളറൈസബിലിറ്റി കൂടും. സ്വാഭാവികമായിട്ട് അത്തരം മോളിക്യൂൾസിന് കോവലന്റ് നേച്ചർ ആയിരിക്കും കൂടുതൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ I- ഈസ് ലാർജർ ദാൻ ദ അതർ ഹാലൈഡ് അയോൺ while F- ഈസ് സ്മോളർ among them. ഓക്കെ, ഹാലൈഡ് അയോൺ കൺസിഡർ ചെയ്യുന്ന സമയത്ത് I- ആയിരിക്കും ബിഗർ സൈസ് ദാൻ ദ F-. ഓക്കെ, F- ഈസ് എ സ്മോളർ ഹാലൈഡ് അയോൺ. Hence, lithium iodide has maximum covalent character among the lithium halides, while lithium fluoride has the least. Okay, order of the size of halide ion is F- smaller than Cl- smaller than Br- and smaller than I-. So, this series can understand that F- is a smaller halide than I-. Then the order of polarizability F- is smaller than Cl-, smaller than Br- and I-. Okay, then polarizability F- smaller size ആയതുകൊണ്ട് തന്നെ polarizability വളരെ കുറവായിരിക്കും. I- എന്ന് പറയുമ്പോൾ bigger size ആയതുകൊണ്ട് തന്നെ polarizability higher ആയിരിക്കും. Okay, then the order of ionic character LiF greater than LiCl greater than LiBr greater than Li. That is the rule number 2. Then rule number 3 എന്താ പറയുന്നത്, the greater the charge on the cation or an anion, greater is the polarization produced and thereby greater it is the covalent character of the bond.
Okay, മൂന്നാമത്തെ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഓഫ് ദ ആനോൺ ആൻഡ് കാറ്റോൺ. ഓക്കെ, അപ്പോൾ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോളറൈസേഷൻ കൂടും. പോളറൈസേഷൻ കൂടിക്കഴിഞ്ഞാൽ കോവലന്റ് നേച്ചറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദ ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദ കാറ്റോൺ ഓർ ആനോൺ, greater is the polarization produced and thereby the greater is the covalent character of the bond. Then explanation. A high charge on the cation or anion or both will obviously increase the attraction between the cation and the electron cloud of the anions. This will clearly increase the deformation of anions. ഇപ്പോൾ ചാർജ് കൂടിക്കഴിഞ്ഞാൽ കാറ്റോൺസിൻ്റെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അത് ആനോൺസിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഗ്രേറ്റർ ആയിട്ട് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യും. അപ്പോൾ പോളറൈസേഷൻ കൂടും. പോളറൈസേഷൻ കൂടുന്ന സമയത്ത് ഈ ആനോൺസിൻ്റെ ഡിഫോമേഷൻ ഇൻക്രീസ് ചെയ്യും. സ്വാഭാവികമായിട്ട് അതിൻ്റെ കോവലന്റ് നേച്ചറും ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ NaCl, NgCl2 and AlCl3. In both all molecules contain the same halide ions, Cl- ions, but the charge of the cations Na plus, Mg2 plus and Al3 plus. Okay, the higher charge on Al3 plus than on other two Na plus and Mg2 plus renders Al3 plus more capable than the other two in polarizing the anions, chloride ions. Consequently, AlCl3 has highest covalent character and NaCl is the least covalent character. Consider the order of charge. Na plus less than Mg2 plus less than Al3 plus. Okay, higher charge contain Al3 plus. Order of polarizing power, Na plus less than Mg2 plus and Al3 plus. That means the polarizing power is higher in Al3 plus and smaller in Na plus. And the order of any character greater in NaCl than MgCl2 than AlCl3. Or we can say the covalent character increase in AlCl3 than MgCl2 than NaCl. Okay. Similarly, among the two chloride of lead, namely PbCl2 and PbCl4, the latter having Pb4 plus have much higher covalent character than the former with Pb12 plus. നമ്മൾ PbCl2 PbCl4 കൺസിഡർ ചെയ്യുന്ന സമയത്ത് PbCl2ൽ Pbന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് വരുന്നത്. അതേസമയം PbCl4ൽ ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ് വരുന്നത്. സ്വാഭാവികമായിട്ട് PbCl4ന് ഹൈ കോവലന്റ് ക്യാരക്ടർ ഉണ്ടായിരിക്കും ദാൻ PbCl2. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും PbCl2 higher in ionic character than PbCl4. Likewise, the ionic character of SnCl4 is much less than that of SnCl2. Since the cation SN4 plus in the former has 4 positive charge, while that in SN2 plus in the later has only 2. Okay, that's about the rule number 3. Then next rule number 4. Okay, rule number 4 പറയുന്നത് ഈ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഗ്യാസ് കോൺഫിഗറേഷൻ തമ്മിൽ ഡിഫറൻസ് ആയിട്ടാണ് പറയുന്നത്. Okay, rule number 4. Among the cation of the same charge and comparable size that having the pseudo inert gas configuration, that is NS2, NP6 and ND10 with 18 electrons in the outermost shell has higher polarizing power than that with the noble gas configuration NS2, NP6. അപ്പോൾ ഈ സ്യൂഡോ ഗ്യാസ് ഇനേർട്ട് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സെയിം ചാർജും സെയിം സൈസും ഉള്ള കാറ്റോണെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കാറ്റോൺസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഹയർ പോളറൈസിംഗ് പവർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ദാൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആയിട്ടുള്ള NS2, NP6-നേക്കാൾ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷന് ഈ ഡി ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഷീൽഡിംഗ് പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ടർ ഇലക്ട്രോൺസിനെ മച്ച് ഫോഴ്സിൽ അട്രാക്ട് ചെയ്യും ന്യൂക്ലിയസ്. പക്ഷേ ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരുന്നതിൽ ഈ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഇലക്ട്രോൺസ് ഈ ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ടർ ഇലക്ട്രോൺസും ഈ ന്യൂക്ലിയസും നമ്മൾ അട്രാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അതിന് പോളറൈസിംഗ് പവറും കുറവായിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. ദ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻ എ ഇനേർട്ട് ഗ്യാസ് NS2, NP6 configuration is very effective, while that in the pseudo inert gas configuration NS2, NP6, ND10 configuration is very poor. This is due to the fact that the 10d electron in pseudo inert gas type ion will shield its nuclear charge less effectively than S and P electrons. Okay, this is due to the fact that the 10d electrons in pseudo inert gas type ion will shield its nuclear charge less effectively than S and P electrons.
The pseudo inert gas type cation is thus highly polarizing, while the noble gas type cation is very poorly polarizing. Okay, for example, Cu plus Ag plus Au plus, how they have NS2 NP6 NT10 ND10 configuration. അപ്പോൾ Cu plus copper plus Ag plus Au plus നെ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ ഡി ബ്ലോക്ക് മെറ്റൽ ആണ്, അത് ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസ് ആണ്. അതിൻ്റെയൊക്കെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും NS2 NP6 ND10 കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, കോപ്പർ പ്ലസ് ആണെങ്കിൽ 3s2 3p6 and 3d10, which are very poor at shielding the nuclear charge. So they are highly polarizing and induce high covalent character into bond with anions. Okay, their chloride, for example, CuCl, AgCl and AuCl possess considerably covalent character. Okay, the NS2 NP6 configuration of Na plus, K plus and rubidium plus are rarely effective shielding in the nuclear charge, so that they are poorly polarizing and induce very little covalent character into bond with anions. The chloride NaCl, KCl, RbCl are highly anionic. അപ്പോൾ CuCl ഉം AgCl ഉം AuCl ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് കോവലന്റ് ക്യാരക്ടർ ആയിരിക്കും കൂടുതൽ. അതേസമയം NaCl, KCl, RbCl ഒക്കെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്, അതിന് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന് അയണിക് ക്യാരക്ടർ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ Fajans rules. Okay, next we are going to discuss the polarity of covalent bonds, partial ionic character of covalent bond. Next we are going to discuss the polarity of covalent bond. Okay, first we are going to discuss polar covalent bond. What is polar covalent bond? When a covalent bond is formed between two like atoms having same electronegativity, the bond pair is attracted equally by two atoms and thus shared equally between them. As a result, electron pair is situated exactly between the two identical nuclei. Such bond is called non-polar covalent bond. Okay, what is non-polar covalent bond? Same electronegativity ഉള്ള ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് വരുന്ന സമയത്ത് അതിന്റെ പോളാർ നേച്ചർ കുറവായിരിക്കും. അത്തരം ബോണ്ടിനെയാണ് നമ്മൾ നോൺ പോളാർ കോവലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. I will repeat, when a covalent bond is formed between two like atoms, I means atom having the same electronegativity, the bond pair is attracted equally by the two atoms and thus shared equally between them. As a result, electron pair is situated exactly between the two identical nuclei. Such bond is called non-polar covalent bond. അപ്പോൾ സെയിം ഇലക്ട്രോണെഗറ്റിവിറ്റി ഉള്ള രണ്ട് ആറ്റങ്ങൾ തമ്മിൽ വരുന്ന ബോണ്ടിൽ ഇലക്ട്രോൺ പെയർ എപ്പോഴും സിറ്റുവേറ്റ് ചെയ്യുക രണ്ട് ന്യൂക്ലിയസിൻ്റെയും ഇടയ്ക്കായിരിക്കും. അപ്പോൾ അതിൽ പോളറൈസിങ് പവറും പോളറൈസിബിലിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരം ബോണ്ടിനെ നമ്മൾ നോൺ പോളാർ കോവലന്റ് ബോണ്ട് പറയുന്നത്. For example, bond in H2 molecules or Cl2 molecules is non-polar. Such molecules are called non-polar molecules. For example, HH, Cl, etc. When a covalent bond is formed between two unlike atoms, the bonding electron pair is displaced towards more electronegative atom, causing a partial charge separation. Here, the bond pair is not equally shared by the two atoms. Such bond is called polar covalent bond and is said to be possess polarity or partial ionic character. Okay, അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണെഗറ്റിവിറ്റി ഉള്ള ഡിഫറൻസിൽ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ പെയർ എപ്പോഴും സിറ്റുവേറ്റ് ചെയ്യുക മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ പെയർ എന്താ പറയുക കുറച്ച് മാറി നിൽക്കും, അല്ലെങ്കിൽ അതിൻ്റെ പോളറൈസേഷൻ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം ബോണ്ട് വരുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ അത്തരം ബോണ്ടിനെയാണ് നമ്മൾ പോളാർ കോവലന്റ് ബോണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പാർഷ്യൽ അയണിക് character. For example, the bond in HF molecule is polar covalent bond because fluorine is much more electronegative than hydrogen. Similarly, both of the H2 molecules are polar. അപ്പോൾ HF ബോണ്ട് അതുപോലെ തന്നെ H2O മോളിക്യൂൾസ് ഒക്കെ നോൺ പോളാർ കോവലന്റ് ബോണ്ട്. കാരണം എന്താണ്, HFന്റെ കേസിലാണെങ്കിൽ ഫ്ലൂറിൻ ഈസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ ആൻഡ് ആൾസോ ഇൻ H2O മോളിക്യൂൾ ഓക്സിജൻ ഈസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ പെയർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഫ്ലൂറിന്റെയും ഓക്സിജന്റെയും സർഫസിലായിരിക്കും. Thus HF, H2O etc. are example of polar molecules. Okay, the greater the difference in the electronegativity of bonded atoms, the greater would be the polarity or ionic character of the bond. അപ്പോൾ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ അതിന്റെ പൊളാരിറ്റി കൂടും, അതുപോലെ തന്നെ അതിന്റെ അയണിക് ക്യാരക്ടറും കൂടുതലായിരിക്കും. For example, the hydrogen halides, the electronegativity difference between the two increase in the order of two atoms increase in the order of Hi less than Hbr less than Hcl less than Hf. HF ലായിരിക്കും മോർ
ionic polarizing അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൊണ്ട് തന്നെ അതിൻ്റെ പോളറൈസേഷൻ കൂടുതൽ മോർ പോളാർ മോളിക്യൂൾ ഒരു HF ആയിരിക്കും. Because the electronegativity increase in the order of I less than, Br less than, Cl less than and F. Hence the polarity also increase in the order of Hi less than, Hbr less than, Hcl less than Hf. Hf have higher polar covalent, polar nature. Okay, then next dipole moment. What is dipole moment? The polarity or ionic character of a covalent bond is considered in two terms. It's dipole moment. Let us consider a covalent bond between the two atoms of different electronegativity, say A and B. Such bond behave as an electric dipole with the charge plus Q and minus Q separated by an internuclear distance bond length R. Okay, അപ്പോൾ നമ്മൾ എയും ബിയും ആയിട്ട് രണ്ട് എയും ബിയും ആറ്റങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ പ്ലസ് ക്യൂം മൈനസ് ക്യൂ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മ്യൂ ഡൈപോൾ മൊമെന്റ് പറയാൻ പറ്റും. ഡൈപോൾ മ്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ആർ, where Q is the charge and R is the internuclear distance. Okay, so the bond is represented by this. B is considered more electronegative than A here. The crossed arrow symbolize the shift in electron density and thus the direction of bond moment. Okay, the dipole moment mu of bond is defined as the product of magnitude of charge at one pole and the distance r between the centers of positive and negative charge. What is dipole moment? Dipole moment or mu of a bond is defined as the product of magnitude of charge. Product of magnitude of charge at one pole and the distance r between the centers of positive and negative charge. So we can simply represent mu is equal to QR. Mu is equal to QR. The SI unit of dipole moment obviously Coulombic meter cm. Dipole moment is also often expressed in dBA units. D 1 dBA is equal to 3.33564 into 10 raised to minus 30 cm. Okay, Coulombic meter. Okay, if the negative end of dipole carries a negative charge of 1 unit which is equivalent to that of the electrons, 1.602 into 10 raised to minus 19 coulomb. Okay, and the distance between the charges is equal to 10 raised to minus 10 meter, then the dipole moment can be calculated. Mu is equal to 1.602 into 10 raised to minus 19 coulomb into 1 into 10 raised to minus 10 meter. That is equal to 1.602 into 10 raised to minus 29 cm, Coulombic meter. Okay, that is equal to 1.602 into 10 raised to minus 29 cm divided by 3.33564 into 10 raised to minus 30 cm. D inverse is equal to 4.803 D. Okay, the dipole moment is a vector quantity, so the mu values of the individual bonds called bond moment are added vectorically to obtain the dipole moment of the compound. Okay, that's about the dipole moment. Next, the percentage of ionic character. The dipole moment of polar bond or molecules can be determined experimentally methods. Okay, the dipole moment of a polar bond can be determined experimental method. From this value, it is possible to calculate the percentage of ionic character. Okay, ഈ dipole moment calculate ചെയ്യുന്ന വഴി നമുക്ക് percentage of ionic character കണ്ടുപിടിക്കാൻ പറ്റും. Okay, the percentage of ionic character of a covalent bond between two atoms A and B is obtained from the ratio of the observed dipole moment mu observed to the dipole moment of the complete electrons transfer. Okay, the percentage of ionic character of a covalent bond between two atoms A and B is obtained from the ratio of observed dipole moment mu observed to the dipole moment of the complete electron transfer. Okay, that is mu ionic. Okay, the mu ionic for a bond A plus B minus would be the product of unit charge 1.602 into 10 raised to minus 19 coulomb and the internuclear distance r in meter. Then the percentage of ionic character of AB is equal to mu observed divided by mu ionic into 100. Okay, I will repeat. The percentage of ionic character of AB is equal to mu observed divided by mu ionic into 100.
Okay, let us illustrate a calculation of the example. ഒരു calculation ഞാൻ പറയാം, നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് ചെയ്തുകൊള്ളണം. എന്താണ് ഒരു example? The measured dipole moment of HCl is equal to 3.57 into 10 raised to minus 30 coulomb meter. And the bond distance of HCl is equal to 127.5 picometer. That is equal to 1.275 into 10 raised to minus 10 meter. Okay, calculate the percentage of ionic character of HCl. Okay, I will repeat the question. The measured dipole moment of HCl is equal to 3.57 into 10 raised to minus 13 cm. And the bond distance of HCl is equal to 127.5 picometer. That is equal to 1.275 into 10 raised to minus 10 meter. Calculate the percentage of ionic character. Okay. Okay, another exercise. Question number 2. Calculate the percentage of ionic character in HF if the bond length is 91.7 picometer and the observed dipole moment is 1.98 d. Electronic charge 1.602 into 10 raised to minus 19 coulomb. 1 d is equal to 3.3 into 10 raised to minus 30 cm. Okay, I will repeat the question. Calculate the percentage of ionic character in HF if the bond length is 91.7 picometer and the observed dipole moment is 1.98 d. Electronic charge 1.602 into 10 raised to minus 19 coulomb and 1 d is equal to 3.3 into 10 raised to minus 30 coulomb meter. Okay, the next point is dipole moment and molecular structure. Dipole moment and molecular structure. For homonuclear diatomic molecules like H2Cl2 etc., the bond is non-polar and the dipole moment of such molecule is 0. Okay, the bond such as the homonuclear diatomic molecules like H2Cl2 etc., the bond is non-polar and the dipole moment of such molecule is 0. For heteronuclear diatomic molecules like HF, HCl etc., the dipole moment is non-zero and equal to the bond dipole moment. Okay, for heteronuclear diatomic, അപ്പോൾ ഈ homonuclear bond ആയിട്ടുള്ള H2Cl2 ന്റെ ഒക്കെ dipole moment 0 ആയിരിക്കും. പക്ഷേ heteronuclear diatomic molecules ന്റെ dipole moment എന്ന് പറയുമ്പോൾ എന്താണ്, dipole moment ഒരിക്കലും നോൺ സീറോ ആവില്ല. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. For heteronuclear diatomic molecules like HF, HCl etc., the dipole moment is non-zero and equal to the bond dipole moment. അതിന്റെ bond dipole moment ന് equal ആയിരിക്കും അതിന്റെ dipole moment. Okay, the shift in electrons density is symbolized by a crossed arrow above the structure of the molecule where the arrow head shows direction to the direction of the shift. That means the dipole moment in HF may be represented. അപ്പോൾ ഈ ക്രോസ്ഡ് ആരോ ഷിഫ്റ്റ് ചെയ്യുന്നത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന്റെ മുകളിലേക്കായിരിക്കും. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന്റെ മുകളിൽ നിന്ന് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന്റെ മുകളിലേക്കായിരിക്കും ഈ ക്രോസ്ഡ് ആരോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. Okay, for triatomic and polyatomic molecules, the dipole moment is obtained by the vectorial addition of individual bond moment in each case, because the dipole moment not only depend upon the individual bond dipole moment but also on the spatial arrangement of various bond in the molecule. In other words, the resultant dipole moments depend upon the geometry of the molecules. Okay, അപ്പോൾ ഈ triatomic molecules നൊക്കെ അതിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റിന്റെ സമ്മേഷൻ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ സം ചെയ്യുന്നു വെച്ചാൽ അതിന്റെ സ്ട്രക്ചർ ആയിട്ട് റിലേറ്റ് ചെയ്യും. ഫോർ എ ട്രയാറ്റോമിക് മോളിക്യൂൾസ് ദ ഡൈപോൾ മൊമെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ വെക്ടോറിയൽ അഡീഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ് ഇൻ ഈച്ച് കേസ്, because the dipole moment not only depend upon the individual bond dipole moment but also on the spatial arrangement of various bond on the molecules. But triatomic molecules നൊക്കെ സ്ട്രക്ചർ നമ്മൾ നോക്കിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റിന്റെയും സമ്മേഷൻ ആയിരിക്കും അതിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ്. In other words, the resultant dipole moments depend upon the geometry of the molecules. The absence of a permanent dipole moment in molecules may be due to the fact that either all the bond presents are non-polar or the individual bond moment add vectorically to 0. Okay, അപ്പോൾ ഈ triatomic molecules ലൊക്കെ bond dipole moment 0 ആവാൻ കാരണം ഒന്നുകിൽ എന്താണ്, the absence of permanent dipole moment in a molecules may be due to the fact that either all bond present are non-polar or the individual bond moment add vectorically to 0. Okay, അപ്പോൾ ഈ ട്രയാറ്റോമിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളിയാറ്റോമിക് മോളിക്യൂൾസിലൊക്കെ ഡൈപോൾ മൊമെന്റ് 0 ആവാൻ കാരണം ഒന്നുകിൽ അതിന്റെ ബോണ്ടൊക്കെ നോൺ പോളാർ ബോണ്ട് ആവണം, അല്ലെങ്കിലോ ഈ
ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് സീറോ ആണെങ്കിലും അതിന്റെ ഡൈപോൾ മൊമെന്റ് സീറോ ആവാൻ സാധ്യതയുണ്ട്. ഇൻ ദ കേസ് ഓഫ് എ മോളിക്യൂൾ വിത്ത് സെന്റർ ഓഫ് സിമെട്രി ദ ഡൈപോൾ മൊമെന്റ് ഈസ് സീറോ. Okay, in the case of molecules with the center of symmetry the dipole moment is zero. അപ്പോൾ center of symmetry വരുന്ന center of symmetry വരുന്ന moleculesന്റെ dipole moment zero ആവാൻ സാധ്യതയാണ്. Okay, if mu1 and mu2 are dipole moment of two bonds separated by an angle theta, the resultant dipole moment is given by mu is equal to root of mu1 square plus mu2 square plus 2 mu1 mu2 cos theta. Okay, if mu1 and mu2 are the dipole moment of two bonds separated by an angle theta, the resultant dipole moment is given by mu is equal to root of mu1 square plus mu2 square plus 2 mu1 mu2 cos theta. Okay, some examples, the relationship of dipole moment and molecular geometry are given here. Okay, for example, BeF2 and CO2 and H2O are all triatomic molecules. BeF2 and CO2 are linear and their individual bond moment cancel out each other, so that the resultant dipole moment of BeF2 and CO2 are zero. Okay, നമ്മൾ BeF2 ഉം CO2 ഉം H2O ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒക്കെ ട്രയാറ്റോമിക് മോളിക്യൂൾ ആണ്. BeF2 ഉം CO2 ഉം ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ് ക്യാൻസലേഷൻ നടക്കും. സം ചെയ്യുന്ന സമയത്ത് ക്യാൻസലേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ അത് ഡൈപോൾ മൊമെന്റ് സീറോ ആയിരിക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് H2O the dipole moment cancel ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ H2O on the other hand is a bent molecule and is an individual OH bond moment do not cancel out each other, so that the resultant dipole moment of H2O is not zero. Okay, അപ്പോൾ H2O moleculesന്റെ bend like structure ആയതുകൊണ്ട് തന്നെ അതിന്റെ individual bond moment സീറോ ആയി പോകില്ല. അതുകൊണ്ട് തന്നെ individual certain dipole moment എന്ന് പറയുമ്പോൾ not is equal to zero. അപ്പോൾ in the case of BeF2 mu is equal to 0, CO2 mu is equal to 0, but in the case of H2O mu is equal to 1.84 D. In BF3 has a triatomic planar structure and in it the individual BF bond moment cancel out each other, so that the net dipole moment is 0. അപ്പോൾ BF3 ന്റെ കേസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റ് അപ്പോൾ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ് ക്യാൻസൽ ആവുന്നതുകൊണ്ട് തന്നെ അതിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും സീറോ. However, in NH3 molecules which has a pyramidal structure, the individual NH bond moment do not cancel out each other and is a resultant dipole moment is not zero. Okay, in NF3 molecules too which also have a pyramidal structure, the individual NF bond moment do not cancel out each other and the resultant dipole moment is not non-zero. Okay, in the case of BF3, NH3 and NF3, in the case of BF3 the individual bond moment cancel out each other and mu is equal to 0. But in the case of pyramidal structure of NH3, individual bond moment not cancel out each other and mu is equal to 1.49 D. And NF3 also individual bond moment not cancel out each other due to its pyramidal structure and mu is equal to 0.24 D. The resultant dipole moment of NH3 1.49 D is seen to be greater than that of NF3 0.24 D, despite the fact that fluorine is most electronegative than nitrogen. To account for this, we have to take into consideration of the direction of the contribution due to the lone pair on nitrogen towards the bond moment. In NH3, the orbital dipole moment due to the lone pair and the resultant dipole moment of NH bonds are in the same direction. In NF3, on the other hand, the orbital dipole moment due to the lone pair and the resultant dipole moment of NF bond are in opposite direction. In short, the above reason the resultant dipole moment is increased in NH3 than NF3. ഇപ്പോൾ NH3 ന്റെ കേസിലാണെങ്കിൽ ഈ ലോൺ പെയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ കൂടുതൽ വരുന്നത് നൈട്രജനാണ്. അതുകൊണ്ട് തന്നെ ഈ HN ബോണ്ടിലെ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഡൈപോൾ മൊമെന്റ് കൂടുതലും വരുന്നത് നൈട്രജനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറോട് തന്നെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ആ 3 ഡൈപോൾ മൊമെന്റിന്റെയും സമ്മേഷൻ ആയിരിക്കും. അപ്പോൾ വി വിൽ ഗെറ്റ് 1.49 D. But in the case of NF3, fluorine is most electronegative than nitrogen. That means the electron shift cross arrow from nitrogen to fluorine ലേക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റിന്റെ സമ്മേഷൻ അല്ല അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ mu is equal to 2.49 D ആയിട്ടായിരിക്കും വരുന്നത്. Okay, bond are in opposite direction. In short, for the above reason, the resultant bond moment in NH3 get boosted, whereas those in NF3 get diffused. This result in lower dipole moment in NF3 than lower dipole moment in NF3.
Okay, the resultant dipole moment of NH3 and NF3 is given here. Okay, then the orbital dipole moment and net dipole moment in same direction in NH3, but the orbital dipole moment and resultant dipole moment in opposite direction in NF3. Okay, then CH4 has a symmetrical tetrahedral structure. In it, the individual CH bond moment cancel out each other so that the net dipole moment is 0. Okay, CH4 is a symmetrical tetrahedral structure in it. The individual CH bond moment cancel out each other so that the net dipole moment is 0. അപ്പോൾ CH4ന്റെ കേസിലാണെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ് ക്യാൻസൽ ഔട്ട്, ഇൻഡിവിജ്വൽ CH ബോണ്ട് മൊമെന്റ് ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. However, in CH3Cl molecules which also has tetrahedral structure, all the individual bond moment do not cancel out each other because one bond is CCl bond, and so the resultant dipole moment is not 0. അപ്പോൾ CHCl3 ൽ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ് cancel ആവാൻ സാധ്യതയില്ല, അതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഒരിക്കലും 0 ആവില്ല. Okay, then in the case of CH4, each CH bond moment is cancel out each other, so the net dipole moment is 0. But in the case of the CHCl3, each dipole moment not cancel out each other, so the dipole moment is 1.84 d. Okay, then next, the determination of bond angle and determination of bond angles. Take the case of water. The dipole moment of OH bond is 5.02 into 10 raised to minus 30 cm, and that of water is 6.14 into 10 raised to minus 30 cm. If the bond are at an angle theta, mu H2 is equal to root of mu square OH plus mu square OH plus 2 mu OH cos theta, and 6.14 into 10 raised to minus 30 is equal to root of 2 mu OH square plus 2 mu OH square cos theta. And finally we will get an answer 104 degree 36 minute. Okay, the actual bond angle is 104.5 degree. Okay, then next, distinction between the cis and trans geometry. Distinction between cis and trans isomers. Consider cis 1,2 dichloroethane and trans 1,2 dichloroethane. Consider cis 1,2 dichloroethane and trans 1,2 dichloroethane. In the trans forms, the dipole moment of the bond gets cancelled in positive direction, and so the resultant dipole moment is nearly 0. But the cis forms will show a non-zero dipole moment. Thus, the measuring dipole moment, the cis and trans isomers can be distinguished. Okay, അപ്പോൾ ട്രാൻസ് ഐസോമേഴ്സിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിസ് ഡൈപോൾ മൊമെന്റിന്റെ കേസ്, സിസ് 1,2 ഡൈക്ലോറോമീഥേന്റെ കേസിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് നോൺ 0 ആണ്. അപ്പോൾ അതിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്ട്രക്ചർ വെച്ച് നമുക്ക് പറയാൻ പറ്റും. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്ഫോം, the dipole moment of the bonds get cancelled in opposite direction, and so the resultant dipole moment is nearly 0. The cis forms will show a non-zero dipole moment. Thus, the measuring dipole moment, the cis and trans isomers can be distinguished. Okay, then third, the distinction between para disubstituted halobenzene from its position isomers. Distinction of para disubstituted halobenzene from its position isomers. Consider the 3 isomer of dichlorobenzene. The para form has a 0 dipole moment as the bond moment vectorically add to 0. For the ortho and meta isomers, the resultant dipole moment will be a non-zero value. അപ്പോൾ ഈ 3 സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പാര ഡൈ ഹാലോ ബെൻസീനിൻ്റെ ഈ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആവും. അതുകൊണ്ട് തന്നെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഓർത്തോ ആൻഡ് മെറ്റ, ഈച്ച് ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ് 0 അല്ല. അതുകൊണ്ട് തന്നെ നെറ്റ് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് non-zero വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് the dipole moment of ionic compound.